ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ക്ഷേത്രത്തിനകത്തേക്ക് വീണ്ടും ഗോപുരങ്ങളുണ്ട് കേട്ടോ. മേലേക്ക് ഈ കാണുന്നത് രണ്ടാമത്തെ ഗോപുരമാണ്. അത് താരതമ്യേന ചെറുതാണ്. എന്നിരുന്നാലും ആദ്യത്തിൻ്റെ അതേ രൂപ സാദൃശ്യം തന്നെയാണ് ഇതിനും. ഞാൻ ഇതുവരെ കണ്ട തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു തരത്തിലും മെയിൻ്റെനൻസ് ഇല്ലാത്ത, അവിടെ ഇവിടെയും പ്ലാസ്റ്റിക്കും മാലിന്യ വിസർജനമൊക്കെ നടത്തുന്ന ഒരു സമൂഹമായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ ഡിഫറൻ്റ് ആണ് കേട്ടോ. ഈ കോട്ടയ്ക്കകത്ത്, വെള്ളൂർ ഫോർട്ടിനകത്ത്, പുറത്ത് മോശമാണ്, പക്ഷെ അകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടല്ല, നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാനാവില്ല നമുക്ക്. ഈ ഗോപുരം അല്ലേ, ഇതാണ് ഏറ്റവും വലുത്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ഗോപുരം കേട്ടോ. ഇതിന് അകത്തെ കാഴ്ചയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 6-7 നില ആ കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട്. ക്ഷേത്രത്തിനകത്തെ, അതായത് ശ്രീകോവിലിന് അകത്തെ കാഴ്ചകളൊന്നും പകർത്താൻ നമുക്ക് അനുവാദമില്ല. അത് ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷെ പുറത്തുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങൾ കാണുന്നത്. ഈ ഗോപുരം, ആദ്യത്തെ ഈ ഗോപുരം, പിന്നെ രണ്ടാമത്തെ ചെറിയ ഗോപുരം, ഇതൊക്കെ പകർത്താൻ മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ. ഞാൻ സർവ്വസാധാരണയായി ക്ഷേത്രങ്ങളൊന്നും പുകഴ്ത്തി പറയാറില്ല. പക്ഷേ ഇത് പുകഴ്ത്തി പറയും കേട്ടോ. കാരണം ഇതിൻ്റെ നിർമ്മിതിയായാലും കണ്ടില്ല, അത് രണ്ടാമത്തെ ഗോപുരമാണ് കേട്ടോ, ചെറിയ ഗോപുരം പുറകിൽ കാണുന്നത്. ഇതിന് നിർമ്മിതിയാണെങ്കിലും പിന്നെ ഇവിടുത്തെ മെയിൻ്റെനൻസ് ആണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ്. വന്നിരിക്കാനൊക്കെ ഇവിടെ സൗകര്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്ന് ചില്ല് ചെയ്യാം നമുക്ക്. ഇതൊക്കെ ക്ഷേത്രത്തിന് പുറത്തെ കാഴ്ചകളാണ്. ഈ ഗാർഡൻ ആണെങ്കിലും എല്ലാം അത്യാവശ്യം പുല്ലൊക്കെ വച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ ഒഴിവായത് കൊണ്ട് തന്നെ വൃത്തി കാണുന്നുണ്ട് ഇവിടെ. ഒരുപാട് ചെടികളൊന്നുമില്ല, 1-2 വെറൈറ്റി ചെടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 4 കുതിരയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് രഥം കാണാൻ. അതുപോലെ ആ ഒരു പാർക്കല്ല ഗാർഡൻ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന ചിന്നബൊമ്മയ്ക്ക് ഒരു സ്വപ്ന ദർശനം ലഭിച്ചു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തെ ആരാധിക്കണം, ക്ഷേത്രം പണിത് ആരാധിക്കണം എന്ന സ്വപ്ന ദർശനത്തിൻ്റെ റിസൾട്ടാണ് ഈ ക്ഷേത്രം. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം പണിയാനും ആ ശിവലിംഗത്തെ ആരാധിക്കാനും തീരുമാനിച്ചത്. അങ്ങനെയാണ് കേട്ടോ ഈ ക്ഷേത്രം ഉണ്ടായത്. അതാണ് ഗൂഗിളിൽ നിന്നും ലഭ്യമായ ചരിത്രം. മറ്റ് ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഒരു പരിധി വരെയൊക്കെ നീതി പുലർത്തിയിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് വളരെ കുറവാണ് ഈ ഭാഗത്ത്. ഈ ചപ്പുചവറുകൾ മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പ്ലാസ്റ്റിക് കുറവാണ് ഈ പരിസരത്തൊക്കെ, അതായത് ഈ കോട്ടയുടെ അകത്ത്. ഒരു ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് കളിക്കാരും ഒരുപാട് സ്റ്റെമ്പും ഒരുപാട് ബാറ്റും ഒരുപാട് ബോളും. ഈ ചെറിയ ഗ്രൗണ്ടിൽ എല്ലാവർക്കും ഓരോരോ പിച്ചാണ് കേട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ ഒരുപാട് പഴയതാണ് കേട്ടോ. എന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകും എന്നൊരു അറിവില്ല. ഇതിൻ്റെ താഴെന്ന് പോയി നിന്നേക്കരുത് ഒരു കാരണവശാലും. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശമായ അരവിഡു രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ വെള്ളൂർ ഫോർട്ട് എന്ന് പറയുന്നത്. അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് ഈ കോട്ട നിർമ്മിച്ചത് 16-ാം നൂറ്റാണ്ടിൽ. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളും ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ് നിർമ്മിച്ചതെന്ന് തോന്നുന്നു. ഈ കോട്ടയുടെ പ്രത്യേകത പറഞ്ഞാൽ കോട്ടയ്ക്കകത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ക്ഷേത്രം വരുന്നുണ്ട്,
ഒരു പള്ളി എഴുതുന്നുണ്ട്, ഒരു മുസ്ലിം പള്ളി എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, ട്രഷറി ആണെങ്കിലും ഗവൺമെൻറ് മ്യൂസിയം ആണെങ്കിലും ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഇതെല്ലാം ഈ കോട്ടയ്ക്കകത്ത് വരുന്നു എന്നുള്ളതാണ്. കോട്ട പുറത്തുനിന്ന് കാണാൻ വലിയ ഒരു ആചാരബാഹുത്വം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. നിങ്ങൾ കോട്ടയുടെ മുകൾ വശത്തെ കാഴ്ചകൾ അത്ര വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ വാച്ച് ടവറിന് പൊക്കം കുറവാണ്, വളരെ ചെറുതാണ് വാച്ച് ടവർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല ഈ കോട്ടയുടെ. അതെ, ആ കാണുന്നതൊക്കെ ജവാദ് മലനിരകളാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്നലെ ട്രെക്ക് ചെയ്തത്. പിന്നെയുള്ളത് നമ്മുടെ വെള്ളൂർ നഗരം, പഴയ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ അതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിനപ്പുറത്താണ് കേട്ടോ പഴയ ബസ് സ്റ്റാൻഡ്. ഈ വാച്ച് ടവറിൻ്റെ പൊക്കം കുറവായതുകൊണ്ട് ശരിക്കും നമ്മൾ ഈ കാഴ്ചകളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു വശത്ത് നമ്മുടെ ക്ഷേത്രം, ജലകണ്ഠേശ്വര ക്ഷേത്രം, ശിവക്ഷേത്രം, കോട്ടയ്ക്കകത്ത് തന്നെ ഉള്ള ക്ഷേത്രമാണ് കേട്ടോ. ആ കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ. അത് വൈകുന്നേരം 3:30 മാത്രമേ തുറന്നു കൊടുക്കുകയുള്ളൂ. അത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ദേ, അവിടെ ഒരു കാവൽ ഭടൻ, ആ കാവൽ ഭടനെ ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. മുതലയുള്ള കുളത്തിലേക്കാണ് അവന്മാർ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് ഇറങ്ങി ചെല്ലാനായിട്ട്. ഇതേണ്ട അവിടെ. അപ്പം മുതലയുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളാണ്.